പറ്റുന്ന മുഴുവൻ അവസ്ഥമാണ്. ഇക്കണക്കിന് പോയ നട്ടല് വരെ ആരെങ്കിലും ഊരിക്കൊണ്ട് പോകും. അത് ഊരിക്കൊണ്ട് പോട്ടെന്നെ. ഇപ്പൊ സിനിമ കാണാൻ വരുന്ന പെമ്പിള്ളാരെ മുഴുവൻ കോടാനും പിച്ചാത്തി കൊണ്ടാ തിയേറ്ററിൽ കയറി വരുന്നത്. മനുഷ്യന്റെ ഒരു ഗതികേട് വഹിക്കണേ. എങ്ങനെ വരാതിരിക്കും? എല്ലാത്തിനും ഒരു ലിമിറ്റില്ലേ? സത്യം പറയല്ല മച്ചമ്പി, ഈ ലോകത്തുള്ള കാണാൻ കൊള്ളാവുന്ന എല്ലാ പെമ്പിള്ളാരോടും എനിക്ക് പ്രേമമാണ്. നിങ്ങൾക്ക് വിവാഹ ജീവിതം ചിലപ്പോൾ തടസ്സമുണ്ടാകാൻ ന്യായമുണ്ട്. നിങ്ങളുടെ എല്ലാ മണ്ഡലങ്ങളും ഉയർന്നിരിക്കുന്നതിനായി സൂര്യരേഖ അറിഞ്ഞിരിക്കുന്നത് കൊണ്ടും അവളെ കണ്ടിട്ട് ഞാനൊന്ന് പറഞ്ഞു നോക്കാം. നിന്റെ സമയം വളരെ മോശമാണ്. അവളുടെ മൂപ്പിച്ചോട് എങ്ങനെ കാണും, നീ തല്ലു വാങ്ങും. പറ്റുണ്ടോ? അടുത്ത 24 മണിക്കൂറിനകം അണ്ണൻ അവളെ വളച്ചിരിക്കും. കാപ്പി. കലാപരമായ നേട്ടങ്ങൾക്ക് നല്ല സാധ്യതയുണ്ട്. വിരലുകളുടെ അഗ്രങ്ങൾ കൂർത്തിരിക്കുന്നതല്ലേ? വിരലാഗ്രം കൂർത്തിരിക്കുന്നത് കൊണ്ടും മണ്ഡലങ്ങളുടെ മിനുസവും കലയോട് ബന്ധപ്പെട്ട് നല്ല സ്ഥാനമാനങ്ങൾക്കും ഉയർന്നവരുടെ പ്രശംസയ്ക്കും പാത്രമാകും. സന്താന ലാഭങ്ങൾക്കും കുടുംബപരമായി നല്ല ജീവിതമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചില ക്ലേശങ്ങൾ അനുഭവപ്പെടുമെങ്കിലും സാറേ കൈനോട്ടം പറയാം. ഞാൻ ഇപ്പൊ പോകുന്ന കാര്യം നടക്കുമോ? നടക്കും. അത് താൻ പറഞ്ഞിട്ട് വേണോ? എനിക്ക് അറിയാം. എല്ലാ കാര്യവും നടക്കും. എക്സ്ക്യൂസ് മീ, ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ഫാമിലി? എന്താ? അല്ല, ഈ കൈനോട്ടത്തിലൊക്കെ വലിയ താല്പര്യമാണോ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ആദ്യമൊക്കെ വലിയ വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ തോന്നുന്നു ശരിയാണെന്ന്. അല്ലെങ്കിലും മൂത്തവര് പറയും മുതുനെല്ലിക്ക് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുമെന്ന്. എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ഐ മീൻ മുത്തശ്ശൻ, ആ പുള്ളി ജോത്സ്യത്തിലൊക്കെ ഭയങ്കര സാധനമായിരുന്നു. ആ പുള്ളിയിലാണ് ഞാനൊക്കെ പഠിച്ചത്. വേണമെങ്കിൽ മുഖം നോക്കിയ കാര്യം പറയാം. എന്താ പറയൂ? കുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ? അതെ. പ്രശ്നങ്ങൾ ആർക്കാ ഇല്ലാത്ത എന്റെ പൊന്നു മോളെ? മുഖത്തിന് കൈനോക്കാൻ അറിയോ? കൊള്ള അറിയാമോ? കുട്ടിയുടെ കൈങ്ങോട്ട് തന്നെ. വേണ്ട. ഞാൻ നോക്കാമേ. ഞാൻ നോക്കാമേ. വേണ്ട. ഇങ്ങോട്ട് തന്നെ നോക്കാം. വളയുന്നുണ്ടല്ലോ. മനക്കെട്ടി തീരെയില്ല. ഹൃദയം വളരെ ലോലമാണ്. ഇല്ലെങ്കിൽ നീ ഇവിടെ ഇരിക്കുമോ? ശത്രുക്കൾ ഒരുപാടുണ്ടല്ലോ. ആർക്കാ ഇല്ലാത്തത്? സഹോദരന്മാരൊന്നും കാണുന്നില്ലല്ലോ. ഉണ്ടല്ലോ. വളരെ കൊച്ചായിരിക്കും അല്ലേ? ഇതാണ് ഹൃദയരേഖ. ഇത് ചന്ദ്രമണ്ഡലത്തിൽ കൂടെ കടന്നു പോയിരിക്കുന്നു. അപ്പോൾ ഹൃദയം നല്ല വിശാലമായിരിക്കും. അയ്യോ, ഈ മറുകുണ്ടോ? ഈ മറുകൾ പ്രഭുക്കൾക്ക് മാത്രമേ ഉണ്ടാവൂ. സ്ത്രീകളിൽ ഇത് എലിസബത്ത് രാജ്ഞി കൊണ്ടെന്ന് തോന്നുന്നു. ഇതിന്റെ ഒരു ജോഡി കൂടെ കാണണം. മറ്റേ ഉണ്ടോ ഇതുപോലത്തെ മറുകൾ? ആ മറുകൂടെ ഉണ്ടെങ്കിൽ കോടീശ്വരിയാകുമെന്ന. മറുകൾ ഒരിക്കലും കള്ളം പറയത്തില്ല. എവിടെയെങ്കിലും കാണും. ഞാൻ നോക്കാം. ഇനി എന്തോ നോക്കാനാ? നല്ല ഭാഗ്യം ചെയ്ത കയ്യാ. രഹസ്യം കൈ. അതെനിക്കറിയാം. കാശതാ, ഞാൻ പോട്ടെ. ഇനിയും പല കൈനോട്ടക്കാരെയും കാണേണ്ടതാ. കാശ? പിന്നെ അല്ലാതെ പുണ്യം കിട്ടാനാണോ നിങ്ങളുടെ ഇവിടെ വന്നത്? അയ്യോ, ഞാൻ അങ്ങനൊന്നും വിചാരിച്ചില്ല. ചുമ്മാ ഒരു സ്നേഹത്തിന് എന്ന് വിചാരിച്ചുള്ളൂ. അയ്യോ പാപം. എന്റെ റേറ്റ് 100 രൂപയാ. പിന്നെ ഇത്രയും നേരം ബോർഡ് കേട്ടതിന് 25 രൂപ കൂടുതൽ തരണം. എന്റെ കയ്യുന്നോ? അത് വാങ്ങിച്ചോല്ലോ തന്നെ. അതുകൊണ്ട് പറയാതെ എന്റെ കാശിങ്ങതാ. പിന്നെ ഇല്ലെങ്കിൽ ഞാൻ എടുത്തോളാം. എന്റെ കാശ് വരുന്നുണ്ടോ? അതിന് വഴിയുണ്ടോ? ഇത്രേ ഉള്ളൂ. ബാക്കി അടുത്ത പ്രാവശ്യം തരാം. എന്റെ കാശിങ്ങതാ.
തന്റെ വേല കയ്യിലിരിക്കട്ടെ, എന്റെ കാശ് തരാൻ. നീ ഇത്ര അലോലാതെയാണ് ഞാൻ വിചാരിച്ചില്ല. പിന്നെ തന്റെ സൗന്ദര്യം കണ്ട് ഏതെങ്കിലും പെണ്ണ് കൂടെ വരുമോ? കയറി വന്നോളും. പിന്നെ ഈ മറുകിന്റെ അർത്ഥം എന്താണെന്നറിയോ? മാനഹാനിയും ദ്രവ്യനഷ്ടം. ഗുഡ് ബൈ. നിനക്ക് ഇത് തന്നെ വേണം. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഒരു ബെറ്റ് വയ്പ്. ഞാൻ അതിനറിഞ്ഞ അവളും നിർത്തി. ഞാൻ നിർത്തി. നീയല്ലേ നിർത്തുന്നത്? അതിനി കാക്ക മലന്ന് നടക്കണം. ഒന്ന് പോടാ. ബെറ്റുണ്ടോ? ഞാൻ ഇനി ഇന്നു മുതൽ ഒരു പെണ്ണിനോടും നോക്കടാ. ഹലോ. ഹായ്. കഴുത്തൊടിഞ്ഞു. പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ലയാ, ഈ ഡൺലപ്പ് കമ്പനിന്ന് കേട്ടിട്ടുണ്ടോ? അവരെ എന്റെ അപ്പ വിളിച്ചോണ്ടു. ഇവളെ ഒന്ന് കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ എന്റെ ജീവിതം പോക്ക. ഞാൻ ആത്മഹത്യ ചെയ്യും. നടന്നാ കൂടെ ഇരിക്കുന്നവരെ നിന്നെ കൊല്ലും. അപ്പൊ രണ്ടായാലും മരണം തീർച്ച. പിന്നെ ചത്താനും സ്വർഗമാ. വഴിയെ പോണ വയ്യാവേലി പിടിച്ച് തലേ വെക്കണ്ട. നടക്കാത്ത കാര്യം കളയടാ. ബെറ്റുണ്ടോ? ആ, എന്തുവാ ബെറ്റ്? ബെറ്റ് 50 രൂപ. ഐ ആം ഗോയിങ് ടു ക്യാച്ച് ഹർ. നീ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കോ. ഇവന് 2 കിട്ടണേ. പിന്നെ അന്ന് ഞാൻ പറഞ്ഞ കാര്യം. എക്സ്ക്യൂസ് മീ, തീപ്പെട്ടിയുണ്ടോ? സോറി, തീപ്പെട്ടിയില്ല. ഇറങ്ങിക്കോളും തീപ്പെട്ടിയില്ലാതെ. എന്തോ താനെന്താ പറഞ്ഞ? വല്ല പറഞ്ഞോ? ഒരു കാര്യം പറയാം, ജാടകൾ കേട്ടോ. എനിക്കിപ്പോ എന്തെങ്കിലും കണ്ടു അറിയാ കൊണ്ട് വല്ല വണ്ടിയിലും ഇനി ചത്താട് സാധനം. അപ്പൊ ഞാനോ? നിനക്കല്ലേ എപ്പോഴും നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. അല്ല, സ്വന്തം കാര്യം നോക്കിയില്ലെങ്കിൽ തെണ്ടിപ്പോവും. ഇന്നറിയത്തില്ല, നാളെ അറിയും. നീ ആരാണോ നിന്റെ വിചാരം? സോക്രട്ടീസാ അവന്റെ ഒരു തത്വം. ചവിട്ട, ഒരു പെണ്ണ് നോക്കി ചവിട്ടടാ അവിടെ. അത്രേ ഉള്ളു. നിന്നെ ആദ്യം കണ്ട ദിവസം ഞാൻ പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്. നോക്കൂ, ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാമോ? ഓ ഷുവർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. അതിന്റെ ചെറിയൊരു വളമുണ്ട്. ഓടിവാ പോടാ. എടാ, നീ താടി വളർത്തി വല്ല ഹിമാലയത്തിൽ പോയി. അതാ നല്ലത്. ഇവിടെ നീ ഒന്ന് മുട്ടിയാ മതി. 180 ഡിഗ്രി വളയും. പിന്നെ ഒറ്റ വീഴ്ചയാ. 360 ഡിഗ്രി. എങ്ങനെയൊന്ന് മുട്ടുക? ഇവിടെ ഒരു പെണ്ണിനെ വളയ്ക്കാനുള്ള ഒറ്റ മാർഗം എന്താണെന്നറിയോ? അവൾ സുന്ദരിയാണെന്ന് പറയുക. I am Anand. I am Saira. ദൈവമേ, എന്ത് മണ്ടത്തരമാണോ പറയാൻ പോകുന്നത്. You look nice. Thanks. One minute. പറഞ്ഞു എന്നിട്ടൊന്നുമില്ല. ഇടാ, നീ പോയി അവളോട് എന്തെങ്കിലും ചിലച്ചോണ്ടിരിക്കാൻ. എന്തോ പറയും? തേങ്ങ കൊല. പിന്നെ നോക്കി, ഇവലെ അടയ്ക്കാൻ മരത്തെ പറ്റിയോ ഇവലെ കാലാവസ്ഥയെ പറ്റിയോ എന്തെങ്കിലുമൊക്കെ പറ. അപ്പൊ തിരിച്ചെന്തെങ്കിലുമൊക്കെ പറയും. വീഴും. വീഴോ? വീണു. കുറെയൊക്കെ വീണെന്നിരിക്കും, എങ്കിലും പഠിക്കാൻ പറ്റൂ. താങ്ക്സ്. മൈ പ്ലഷർ. Would you like to join me for an ice cream? ദൈവമേ, ഇവന് നന്നായി കിട്ടിയ ഒരു 5 തേങ്ങ അടിച്ചേക്കാമേ. ഹലോ, എന്താ ഒറ്റയ്ക്ക്? എന്റെ ഫ്രണ്ടിനെ കാത്തിരിക്കുകയാണ്. എന്റെ ഒരു ഫ്രണ്ട് ആനന്ദിനെ ഇവിടെ അങ്ങനെ കണ്ടോ? അയ്യോ, ഞാൻ കണ്ടില്ലല്ലോ. ഇവിടെ വരാനാണല്ലോ പറഞ്ഞത്. ആ കുട്ടി കൊടുത്തിരിക്കുന്ന ഒരു സാരി ഉണ്ടോ? കൊള്ളാം, നന്നായിരിക്കുന്നു. ഇഷ്ടമായ? ഇതുപോലൊരു സാരി നാളെ വാങ്ങിച്ചു തരും. വാചകം അടിക്കാൻ മിടുക്കനാ. വാചകമല്ല, ഞാൻ വാചകം അടിക്കാറുമില്ല. ലതയാ വാക്ക് മാറിയത്. അയ്യോ, ഞാൻ പോണു. താമസിച്ചാൽ മാത്രം വാക്ക് പറയും. അവിടെ ഇരിക്കാൻ. ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ജന്തു ഏതാണെന്നറിയാം? സിംഹം.
അല്ല. പുലി. അയ്യോ എനിക്ക് അറിഞ്ഞൂടാ. ലേഡീസ് ഹോസ്റ്റലുകളിലെ മേട്രൻ. ഹായ്. ഓക്കെ ബൈ. നാളെ സാരയുടെ കാര്യം വാക്കുമാറല്ലേ? വരട്ടെ. എക്സ്ക്യൂസ് മീ, ഈ സാരിക്ക് എന്ത് വില കൊടുത്തു? 325 രൂപ. 325 രൂപയോ? അച്ഛബി വല്ല ഒത്തോ? ഒത്തു. ഒരു 90 രൂപ ബില്ലൊത്തു. എടാ നിന്റെ വാക്ക് കേൾക്കുന്ന എന്നെ പറഞ്ഞാൽ മതി. അവള് കാപ്പിയും കുടിച്ചിട്ട് വേറെ പോയി. പാവി ചെല്ലുന്നിടം പാടാളം അല്ല എന്താ? പിന്നെ അതിന്റെ ഒരു 325 രൂപ തരാം. ഒരു രക്ഷയില്ല. ബില്ലിന്റെ ബാക്കി 10 രൂപയുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? നിനക്കെന്തിന് എത്ര രൂപ? പുഴുങ്ങി തിന്നെ. എത്ര ഉണ്ട്? എത്രയേ ഉള്ളൂ. 5 രൂപ വെച്ചോ. ഇനി 320 രൂപ ഉണ്ടാക്കണം. ശരി, ഇന്ന് മിക്കവാറും കിട്ടും. മണി 11:30. ദൈവമേ. അമ്മേ, അച്ഛന്റെ എഴുത്താണോ? ഇത്രയും നേരം അവിടെ ആയിരുന്നടാ. അയ്യോ, മെയിൻ റോഡിൽ ഭയങ്കര അടി. ഞാൻ ചുറ്റിയാ വന്നത്. ഈടായിട്ട് നിനക്ക് ചുറ്റല കുറച്ച് കൂടുന്നുണ്ട്. ആരാടാ ഈ രാധ? രാധ സൈഡിനോട്ട് ചരക്ക്. ഒരു പുല്ലാര മതി. എന്റെ പുല്ലാര മോന്. ഈ എഴുത്തല്ലേ രാധ ആരാന്നാ ചോദിച്ചത്? അത് 100 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എനിക്ക് വരുന്ന എഴുത്തെടുത്ത് പൊട്ടിച്ച് വായിക്കരുന്ന്. ഇന്ന് 2 അറിഞ്ഞിട്ട് പോയി. എനിക്ക് പ്രശ്നം വേണം. എന്തൊരു അക്രമമാണിത്? ഞാനൊരു പുരുഷനല്ലേ? പുരുഷനായ ഒരു പ്രൈവസി വേണ്ടേ? അതിനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലെങ്കിൽ ഞാൻ മരിക്കാൻ പോയി. എനിക്ക് പ്രശ്നം വേണ്ട. ഞാൻ എന്ത് പണിയത്? ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞു പറഞ്ഞ നിന്റെ അമ്മ ഇതൊക്കെ വിശ്വസിക്കുമോ? നീ ആഹാരം കഴിക്കും. ചോറും കഴിച്ച മീനുണ്ടാ? അയ്യോ മീൻ കിട്ടിയില്ല മോനെ. നിക്ക് നെട്ട കൊണ്ടുവരേ. ഇതിനെ കൈ തന്നാ പോരെ? പോസ്റ്റിലായിരിക്കും. ഇതാരീ രാധ?